എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, അതൊരു സ്ത്രീ ആയിക്കൊള്ളട്ടെ ഒരു പുരുഷനായിക്കൊള്ളട്ടെ, നിങ്ങളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കുന്നതിന് മുൻപ് അവർ പുറമേ കാണിക്കുന്ന 7 ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ വാർണിംഗ് സൈൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവർക്ക് നിങ്ങളോടുള്ള താല്പര്യം ഇഷ്ടമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധം ഇനി അധികകാലം നിലനിൽക്കാൻ പോകുന്നില്ല. അവർ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ അവർ വൈകാതെ തന്നെ നിങ്ങളെ ചതിക്കുന്നതായിരിക്കും, പുതിയൊരു പങ്കാളിയൊക്കെ കണ്ടെത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഒന്നാമതായിട്ട്, ദ ട്രീറ്റ് യു ലൈക്ക് എ സ്ട്രേഞ്ചർ ഓർ ജസ്റ്റ് ലൈക്ക് എ ഫെമിലിയർ പേഴ്സൺ. അതായത് അവർ നിങ്ങളെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്ന നിമിഷം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇനി ബന്ധം തുടരണ്ട, അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കാം എന്നൊക്കെ തീരുമാനിക്കുന്ന നിമിഷം തൊട്ട് അവർ പിന്നെ നിങ്ങളോട് പഴയ പോലെ ഒരു സ്നേഹവും കാണിക്കത്തില്ല. പെട്ടെന്ന് തന്നെ അവർ നിങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ, അതുവരെ നിങ്ങളുമായിട്ട് വളരെയധികം ഒരു സ്നേഹബന്ധത്തിലായിരുന്ന വ്യക്തിയാണ്, പക്ഷേ പിന്നെ നിങ്ങളെ ഒരു അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയെ പോലെ ആയിരിക്കാം ട്രീറ്റ് ചെയ്യുന്നത്. അതുമല്ലെങ്കിൽ നിങ്ങളോട് ചെറിയൊരു പരിചയമുള്ള ഒരു വ്യക്തിയോട് നമ്മൾ പെരുമാറത്തില്ല, ആ രീതിയിലേ നിങ്ങളോട് ഇടപഴകത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ തമ്മിൽ അങ്ങനെ അടയും ചക്കരയായിരുന്നെങ്കിൽ ആ ഒരു സ്നേഹമൊന്നും പിന്നെ ഒരിക്കലും ഉണ്ടാവത്തില്ല. ആ രീതിയിൽ അവർ ബിഹേവ് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ഇൻറ്റ്യൂഷൻ തോന്നുന്നത്. നമുക്കറിയാം, ചില നമ്മുടെ തോന്നലുകൾ ചിലപ്പോൾ സത്യമാവാറുണ്ട്. നമുക്ക് തോന്നും ഇതുവരെ ഉണ്ടായിരുന്ന സ്നേഹമില്ലല്ലോ, ആ സ്നേഹം എവിടെയോ നഷ്ടപ്പെട്ടല്ലോ, അല്ലെ അത് നഷ്ടപ്പെട്ടില്ലേ എന്നുള്ളൊരു വലിയൊരു കൺഫ്യൂഷൻ നമുക്ക് വരും. ഇവർ നമ്മളെ പഴയ പോലെ സ്നേഹിക്കുന്നില്ലല്ലോ, അങ്ങനെ ഒരു വിഷമവും വേദനയും, എന്തൊക്കെയോ ഒരു കുറവുകൾ, എന്തൊക്കെയോ ഒരു പോരായ്മ, എന്തോ റോങ് ഉണ്ട്, അല്ലെ സംതിങ് ഈസ് ഫിഷി എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് അവരെക്കുറിച്ച് തോന്നും, അല്ലെ അവർക്ക് നമ്മളോടൊരു അകൽച്ച വന്നിട്ടുണ്ട് എന്ന് നമുക്ക് തന്നെ അത് തോന്നാൻ തുടങ്ങും. വെറുതെ ഒരു അപരിചിതനായിട്ടോ അല്ലെങ്കിൽ ഒരു പരിചയമുള്ള വ്യക്തിയെ പോലെയൊക്കെ മാത്രം നിങ്ങളോട് ഇടപഴകാൻ തുടങ്ങും, അല്ലെ ട്രീറ്റ് ചെയ്യുമ്പോൾ. ഇനി രണ്ടാമതായിട്ട്, ദേ വാനിഷ് ഓർ ഡിസപ്പിയർ ലൈക്ക് എ മജീഷ്യൻ ഓർ ദേ ബിക്കം സഡൻലി അൺറീച്ചബിൾ. അതുവരെ നമ്മളുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. എന്നും ഫോൺ വിളിക്കുമായിരുന്നു, മെസ്സേജ് അയക്കുമായിരുന്നു, നമ്മൾ എന്തെങ്കിലും മെസ്സേജ് അങ്ങോട്ട് കൊടുത്താൽ റിപ്ലൈ തരുമായിരുന്നു. പക്ഷേ പെട്ടെന്ന് നമുക്ക് അവരെ കിട്ടാതെയാവുന്നു, വിളിച്ചാൽ അവർ എടുക്കാതെയാവുന്നു, നമ്മൾ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരാതെയാവുന്നു, അല്ലെങ്കിൽ ഒരുപാട് വൈകിട്ട് ഒരു 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ ചെറിയൊരു റിപ്ലൈ കിട്ടുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെടാൻ അവർ ശ്രമിക്കുന്നില്ല, നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നില്ല. അവരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു മാജിക്കാരനെ പോലെ അപ്രത്യക്ഷരായി പോകുന്നു. പിന്നെ അവർക്ക് നമ്മളെ ഒരിക്കലും നമുക്ക് അവരെ കോൺടാക്റ്റിൽ കിട്ടാത്ത ഒരവസ്ഥ. ഇനി അവർ ഓൺലൈനിലാണെങ്കിൽ പോലും നമ്മളുമായിട്ട് ചാറ്റ് ചെയ്യാൻ അവർ വിസമ്മതിക്കും. അവർ ഓൺലൈനിലായിരിക്കുന്നത് കണ്ടിട്ട് നമ്മൾ അവർക്ക് മെസ്സേജ് വിട്ടാൽ അവരത് ഗൗനിക്കത്തേയില്ല. ഇനി മൂന്നാമത്തെ, ദേ ആർ ഇമോഷണലി അൺഅവൈലബിൾ. അതുവരെ നമ്മൾക്ക് ഇമോഷണലായിട്ട് നല്ലൊരു ബോണ്ട് ഉണ്ടായിരുന്നു, നല്ലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു, നല്ലൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് നമ്മളോട് ആ സ്നേഹം നഷ്ടപ്പെടുന്ന നിമിഷത്തിൽ, നമ്മളെ അവർ ഉപേക്ഷിക്കാൻ തുടങ്ങുന്ന നിമിഷത്തിൽ അവർ പിന്നെ നമ്മളോട് ഒന്നും ഷെയർ ചെയ്യത്തില്ല. അപ്പോൾ അവരുടെ തന്നെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അവർ നമ്മളോട് പങ്കുവെക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് എല്ലാവരും ചോദിക്കുന്നതാണ്. പക്ഷേ പിന്നീട് അവർക്ക് നമ്മുടെ കാര്യം കേൾക്കാനും ഒരു താല്പര്യമില്ല. നമ്മളെന്തെങ്കിലും അവരോട് വിശേഷം പറയാൻ ചെല്ലുമ്പോൾ അവർക്ക് സമയമില്ല, അവർ ഞാൻ ബിസിയാണ്, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ കട്ട് ചെയ്യും. ഇനി അതുമല്ലെങ്കിൽ അവരവരുടെ എല്ലാ കാര്യങ്ങളും നമ്മളോട് ഇങ്ങനെ ധാരധാരയായിട്ട് പങ്കുവെച്ചുകൊണ്ടിരുന്നതാണെങ്കിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള ഓരോ ചെറിയ കാര്യങ്ങൾ പോലും പങ്കുവെച്ചുകൊണ്ടിരുന്നവരാണ്. പക്ഷേ അവർ പിന്നീട് പെട്ടെന്ന് ഒന്നും പറയാതെയാവുന്നു. അവർക്ക് നമ്മളോട് ഒന്നും സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. തന്നെയല്ല, അവരുടെ ആ ഒരു ലവ് ലാംഗ്വേജ് തന്നെ നഷ്ടപ്പെടും. നമ്മുടെ ഇടയിൽ ഒരു റൊമാൻറ്റിക് ലാംഗ്വേജ് ഉണ്ടാവും സാധാരണ നമ്മൾ സ്നേഹബന്ധത്തിലൊക്കെ ഏർപ്പെട്ട് കഴിയുമ്പോൾ. പക്ഷേ ആ ഒരു സ്നേഹത്തിൻ്റേതായിട്ടുള്ള ഒരു ഭാഷ തന്നെ അവിടെ നഷ്ടപ്പെടുന്നു. ആ ഭാഷ തന്നെ മാറിയിട്ട് ഒരു പരുക്കൻ ഭാഷയാവുന്നു, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ കേൾക്കാനായിട്ട് താല്പര്യമില്ലാത്തൊരവസ്ഥ. അങ്ങനെ ഒരു ഷെയറിങ്ങോ കെയറിങ്ങോ ഒന്നും ഇല്ലാത്ത രീതിയിൽ, ഒരു ഇമോഷണൽ കണക്ഷനോ ഒരു ഇമോഷണൽ ബോണ്ടോ അറ്റാച്ച്മെൻറ്റോ ഒന്നും ഇല്ലാത്ത രീതിയിൽ, പരസ്പരം ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ അവർ ബിഹേവ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അവർ നമുക്ക് ഇമോഷണലി ഒരിക്കലും അവൈലബിൾ ആവാതെ വരുന്നു. ഒരിക്കലും നമ്മുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അവർ പിന്നെ ഇഷ്ടപ്പെടുത്തുമില്ല എന്നുള്ളതാണ്. ഈ നാലാമത്തെ ആംഗ്രി മോഡാണ്. അതായത് നമ്മളവരെ എപ്പോൾ വിളിച്ചാലും അവർക്ക് എപ്പോഴും ദേഷ്യമാണ്. നമ്മുടെ കോൾ കാണുമ്പോൾ തന്നെ അവർക്ക് ദേഷ്യമാണ്, അല്ലെങ്കിൽ നമ്മളോട് അവർ സംസാരിക്കുമ്പോഴൊക്കെ ഒരു ദേഷ്യത്തോടെയാണ് അവർ സംസാരിക്കുന്നത്. വളരെ സൗമ്യമായിട്ട് സ്വീറ്റായിട്ട് നമ്മൾ ഒരു കാര്യം പറയുമ്പോഴും അവരതിന് പറയുന്ന മറുപടി ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. അതായത് അവർക്ക് നമ്മളോട് പഴയ പോലെ ആ സൗമ്യമായിട്ട്, അവർക്കും തിരിച്ച് റിപ്ലൈ ഒരു സൗമ്യമായിട്ട് തരേണ്ട റിപ്ലൈ, പക്ഷേ അതുപോലെ ഒരു ഭയങ്കര ദേഷ്യത്തിലേ അവർ പറയത്തുള്ളൂ. വളരെ ഒരു കലിപ്പൻ മോഡ് ആക്ടിവേറ്റ് ആയിട്ട് എന്ത് നമ്മൾ ചോദിച്ചാലും പറഞ്ഞാലും, എത്ര നല്ല കാര്യം പറഞ്ഞാലും അവരത് ദേഷ്യത്തോടെ മാത്രമേ നമുക്ക് റിപ്ലൈ തരത്തുള്ളൂ എന്നുള്ളതാണ്. അതായത് നമ്മളെ ഒരു ശല്യമായിട്ട്, ഇനി നമ്മൾ മിണ്ടാനേ പാടില്ല, അല്ലെങ്കിൽ നമ്മളവരുടെ ശത്രുവാണ് എന്നുള്ള രീതിയിൽ നമ്മളെ ഒരു ശത്രുപക്ഷത്ത് കണ്ടുകൊണ്ട് എന്തോ വൈരാഗ്യത്തോടെ സംസാരിക്കുന്ന രീതിയിലായിരിക്കും അവരങ്ങനെ എപ്പോഴും ഒരു ആംഗ്രി മോഡ് ഓൺ ആയ രീതിയിലായിരിക്കും നമ്മളോട് തന്നെ സംസാരിക്കുന്നത്. അഞ്ചാമത്തെ, ദേ സ്റ്റാർട്ട് ക്രിട്ടിസൈസിങ് യു. അതുവരെ നമ്മളെ എല്ലാ കാര്യത്തിലും അഭിനന്ദിച്ചുകൊണ്ടിരുന്നവരാണ്, പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്നവരാണ്, നല്ല കോംപ്ലിമെൻറ്റ്സ് തന്നാണ്. പിന്നീട് ഇങ്ങനെ കോംപ്ലിമെൻറ്റ്സ് പോസിറ്റീവായിട്ട് ഒന്നും തരികയല്ലെന്ന് മാത്രമല്ല, നമ്മളുടെ ഓരോ കാര്യങ്ങളും കുത്തിപ്പൊക്കി അതിലൊക്കെ നെഗറ്റീവ് കണ്ടെത്തി, അല്ലെങ്കിൽ നമ്മളെപ്പോഴും അവരിങ്ങനെ വിമർശിക്കാനായിട്ട് വിടും. നീ അത് ചെയ്ത് ശരിയായില്ല, ഇത് ചെയ്ത് ശരിയായില്ല, അല്ലെങ്കിൽ നീ പണ്ട് എന്നോട് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി അതൊക്കെ നിരത്തി അവർ നമ്മളെ വിമർശിക്കാനായിട്ട് വിടും. എന്നിട്ട് നമ്മൾ തീരെ പോരാ എന്നുള്ള രീതിയിൽ നമ്മളെ ആക്കി തീർക്കും, അല്ലെങ്കിൽ നമ്മളെ അവർ സഹിച്ചു മടുത്തു, ഗതികെട്ടു, ഇനി അവർക്ക് ഒരു നിമിഷം പോലും നമ്മുടെ കൂടെ ഈ ബന്ധവും തുടർന്ന് മുന്നോട്ട് പോകാനാവില്ല
എന്നുള്ള ഒരു രീതിയിലൊക്കെ അവരത് പറഞ്ഞു വെക്കുന്നുള്ളതാണ്. പിന്നീട് അവർ നമ്മളെ ഉപേക്ഷിച്ച് പോകുമ്പോഴും നമ്മൾ ഓർക്കും നമ്മുടെ കയ്യിലത്തെ കുറ്റം കൊണ്ടായിരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ അവർ ആക്കി വെക്കും, എല്ലാം നമ്മുടെ കയ്യിലത്തെ പ്രശ്നമാണ്, അതുകൊണ്ട് നമ്മൾ ചെയ്തതൊന്നും ശരിയായില്ല, അല്ലെങ്കിൽ നമുക്ക് മുഴുവൻ കുറ്റങ്ങളാണ്, കുറവുകളാണ്, അവരാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ അല്ല നമ്മൾ എന്നുള്ള രീതിയിൽ അവരാക്കി തീർത്തിട്ട് അവർ പിന്നീട് നമ്മളെ ഇട്ടിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഒരു വാർണിംഗ് സൈനാണ്, നിങ്ങളവർ അധികം വൈകാതെ ഉപേക്ഷിച്ച് പോകും എന്നാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഇനി ആറാമായിട്ട് അവരുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ നമ്മളോട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു അകൽച്ചയോടെ പെരുമാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുവരെ നമ്മളോട് അവരുടെ ഫ്രണ്ട്സ് നമ്മുടെയും ഫ്രണ്ട്സ് ആയിരുന്നു, അല്ലെ അവരുടെ ഫാമിലി മെമ്പേഴ്സിനും നമ്മളെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഇവർക്ക് നമ്മളെ ഇഷ്ടമല്ലാതെ ആയിത്തീരുന്ന നിമിഷം തൊട്ട് പിന്നെ നമ്മൾ അവരുടെ ഫ്രണ്ട്സിനോട് മിണ്ടാൻ ചെല്ലുമ്പോഴും അവർ നമ്മളോട് പിന്നെ ഒരു താല്പര്യവും കാണിക്കത്തില്ല. ഈ പറഞ്ഞ ഫ്രണ്ട്സും നമ്മളെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. ഇനി അവരെക്കുറിച്ച് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു ഫ്രണ്ട്സിനോട് ഇത് ചോദിക്കുമ്പോഴും അവർ നമ്മളോട് ചൂടാവുന്നു, നമ്മുടെ കയ്യിലത്തെ എന്തോ മിസ്റ്റേക്ക് കൊണ്ട് അവർ നമ്മളെ ഉപേക്ഷിച്ച് പോയി, അല്ലെങ്കിൽ നമ്മൾ അത്ര മോശക്കാരാണ് എന്നുള്ള രീതിയിൽ ഈ ഫ്രണ്ട്സും നമ്മളെ മോശമായിട്ട് നമ്മളോട് പെരുമാറാൻ തുടങ്ങും. അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സും നമ്മളോടൊരു അകൽച്ച കാണിക്കാനായിട്ട് തുടങ്ങും. അല്ലെ അവരുടെ മകളെ നമ്മൾ മിസ്ട്രീറ്റ് ചെയ്തു, അതുകൊണ്ട് നമ്മൾ ശരിയല്ല എന്നുള്ള രീതിയിലായിരിക്കും ഇവരുടെ ഫാമിലി മെമ്പേഴ്സും നമ്മളോട് പെരുമാറാനായിട്ട് തുടങ്ങുക. അപ്പോൾ മൊത്തത്തിൽ എല്ലാവർക്കും നമ്മളോട് ഒരു അകൽച്ചയും ഒരു പുച്ഛവും അല്ലെങ്കിൽ ഒരു അടുപ്പമില്ലായ്മയും ഒരു ഡിറ്റാച്ച്മെൻറ്റും ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി എഴുതാമായിട്ട് ദേ ബിക്കം ഡിഫെൻസീവ്. അതായത് നമ്മൾ എന്ത് ചോദിച്ചാലും അവർ ഒന്നിനും എക്സ്പ്ലനേഷൻ തരാൻ തയ്യാറല്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന്, അത് പരിഹരിക്കാൻ ഓർത്തിട്ട് നമ്മൾ ചോദിക്കുക, അയ്യോ എന്താ പ്രശ്നം, എന്നോടൊന്ന് പറ, അപ്പോൾ നമുക്കത് പരിഹരിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ചോദിക്കാൻ നീ ആരാണെന്നുള്ള മട്ടിൽ, അല്ലെങ്കിൽ അവർ അതിനൊന്നും ആൻസർ തരത്തില്ല, അതിൽ നിന്നൊക്കെ അവർ ഒഴിഞ്ഞു മാറും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ അവർ പറയും അതൊക്കെ നീ എന്തിനാണ് അറിയുന്നത്, എൻ്റെ കാര്യത്തിൽ എന്തിനാണ് ഇടപെടാൻ വരുന്നത്, വെറുതെ എൻ്റെ കാര്യത്തിൽ തലയിടാൻ നിൽക്കണ്ട എന്നുള്ള രീതിയിൽ അവരൊന്നും പറയാനായിട്ട് സമ്മതിക്കില്ല. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നും പറയിപ്പിക്കാനായിട്ട് അവർ സമ്മതിക്കത്തില്ല, ഒന്നും ചോദിക്കാൻ അവർ സമ്മതിക്കത്തില്ല. എല്ലാത്തിൽ നിന്നും നമ്മളെ ഇങ്ങനെ തട്ടി മാറ്റി വിടും, അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ അകറ്റി വിടും, അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു രീതിയിൽ ഒരു ബന്ധം പുലർത്താൻ അവർ സമ്മതിക്കത്തില്ല. ഒന്നും അവരോട് ചോദിച്ചാൽ അവർ പറയും നിനക്ക് തോന്നുന്നതായിരിക്കും, എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പഴയ പോലെയൊക്കെ തന്നെയാണ്, നിനക്ക് തോന്നുന്നതാണ്, നിൻ്റെ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ അവരൊന്നിനും ഒരു എക്സ്പ്ലനേഷനോ ഒരു ക്ലാരിറ്റിയോ തരത്തില്ല. അങ്ങനെ മൊത്തത്തിലൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ. ഈ ഒരു 7 കാര്യങ്ങളും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ട് അവർ ഒരു രീതിയിലും വഴങ്ങുന്നില്ല, നിങ്ങളോടൊരു താല്പര്യമില്ല, നിങ്ങളെ ഉപേക്ഷിച്ചേ അടങ്ങൂ എന്നുള്ളൊരു സ്ഥിതി വരുമ്പോൾ നമ്മൾ പിന്നെ ഒരിക്കലും അവരുടെ പുറകെ ആ സ്നേഹത്തിന് വേണ്ടി ബെഗ് ചെയ്ത് നടക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളെ ഇത്രയേറെ അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും ഇഷ്ടപ്പെട്ടിട്ടും അവർക്കിപ്പം നമ്മളെ മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല, അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ളവരുടെ സ്നേഹം നമ്മൾ ബെഗ് ചെയ്ത് മേടിച്ചിട്ടും ആ ഒരു ബന്ധത്തിൽ നമ്മളൊരു വിലയില്ലാത്ത പോലെ തുടർന്നിട്ടും ഒരു കാര്യമില്ല. അവർ പിന്നെ നമ്മളെ മിസ്ട്രീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മളെ അവർക്ക് വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ വേണ്ടാത്തടുത്ത് നമ്മൾ നിൽക്കരുത്. അങ്ങനെ നമ്മളെ വേണ്ടാത്തടുത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിലയില്ലാതെയാവും. ഇപ്പോൾ ക്ഷണിക്കാത്ത കല്യാണത്തിന് നമ്മൾ പോയി ഫുഡ് കഴിച്ചാൽ നമുക്കൊരു പട്ടിയുടെ വില പോലും ഉണ്ടാവത്തില്ല, അത്രയ്ക്ക് അവജ്ഞയോടെ ആയിരിക്കും നമ്മളെ മറ്റുള്ളവർ കാണുക. അപ്പോൾ അതുപോലെ തന്നെയാണ് സ്നേഹബന്ധത്തിലും നമ്മളെ ഇഷ്ടമില്ലാത്തടുത്ത്, നമ്മളെ ആഗ്രഹിക്കാത്തടുത്ത്, നമ്മൾ വേണ്ടാത്തടുത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ വില പോകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. നന്ദി.